ആലപ്പുഴ ജിങ്കാന ഇന്ന് മലയാളത്തിലെ ക്ലാഷ് റിലീസിലെ രണ്ടാമത്തെ പടം കയറി കണ്ടിരിക്കുകയാണ്. ഗാലിദ് റഹ്മാനാണ് ഡയറക്ടർ, നെസ്ലിൻ, ലുക്മാൻ, ഗണപതി, പിന്നെ നമ്മുടെ തണ്ണീർമത്തല്ല അഭിനയിച്ച ഒരു ചക്കുണ്ട്. അങ്ങനെ കുറച്ച് പിള്ളേരാണ് പടം കൊണ്ടുപോകുന്നത്. പടം ഓവറോൾ കിഡു. ഞാൻ പറയും വിഷുവിൻ്റെ കപ്പ് ആലപ്പുഴ പിള്ളേർ തൂക്കി തന്നെ കൂട്ടിക്കും. ഞാനിപ്പോൾ രാവിലെ ബസ്സൂക്ക് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആലപ്പുഴ ജിങ്കാന കണ്ട, ഇനിയിപ്പോൾ മരണമാസ് ഇനി രാത്രിയാണ് കാണുന്നത്. എന്നാൽ പുള്ളി ഞാൻ പറയും ആലപ്പുഴ ജിങ്കാന ഞാൻ കണ്ടെടുത്തോളം വിഷു കപ്പ് എന്തായാലും ആലപ്പുഴയിലെ പിള്ളേർക്കുള്ളതാണ്. കിഡു പടം. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീൽ ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് വൻ കിഡു. സെക്കൻഡ് ഹാഫ് ചുമ്മാ തീയാണ് പടം. ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ഹാഫ് ഫുള്ള് ബോക്സിങ്ങാണ്, വേറെ പരിപാടിയൊന്നുമില്ല. അതായത് വേറെ പുറത്തെ സീനുകളും കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ടു എൻഡ് ആ 1 മണിക്കൂർ 20 മിനിറ്റോളം സെക്കൻഡ് ഹാഫ് ബോക്സിംഗ് ആണ്. ക്ലൈമാക്സും എല്ലാം ചുമ്മാ തീ. ശരിക്കും നമ്മളൊരു ബോക്സിങ് കാണുമ്പോൾ കിട്ടുന്നൊരു കോരിത്തിരിപ്പുണ്ടല്ലോ, ഒരു എന്താ പറയുക, നമ്മൾ നേരിട്ടൊരു ബോക്സിങ് കാണുമ്പോൾ ഇപ്പോൾ പിടി കിട്ടും, അവന് കിട്ടുമോ ഇവന് കിട്ടുമോ, അപ്പം എന്താ അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ലേ, ആ സാധനമാണ് നമുക്കൊരു ടെൻഷൻ. ആ ഒരു സാധനം ഈ സിനിമയ്ക്ക് കറക്റ്റായിട്ട് തരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ മേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ വിജയം. അത് ഗാലിദ് റഹ്മാൻ 100% നീതി പുലർത്തി തന്നെയാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ഓവറോൾ സിനിമ നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വിഷു ആലപ്പുഴയിലെ പിള്ളേർക്കുള്ള തന്നെയാണ്. അതുപോലെ തന്നെ ഈ സിനിമയിൽ നെസ്ലിൻ, അതുപോലെ തന്നെ ഗണപതിയുടെ കിഡിലൻ റോള്, ഗണപതിയുടെ കരിയർ ബെസ്റ്റ് റോൾ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഗണപതിക്കൊന്നും ഇത്രയും കിഡ് റോള് ഇതിനു മുമ്പ് സിനിമയിൽ കിട്ടിയണമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിടത്തോളം ഗണപതിയുടെ കരിയർ ബെസ്റ്റ് റോളാണ്. ഇതിലിവർ ബോക്സിങ്ങിന് ഇറങ്ങുമ്പോണ്ടല്ലോ, ഇവരുടെ ടീം ഒരു 6-7 പിള്ളേരുണ്ട്. നെസ്ലിൻ, അങ്ങ് ഗണപതി, അങ്ങനെ കുറച്ച് പേര്. അപ്പോൾ ഇവർ ബോക്സിങ്ങിന് ഇറങ്ങുമ്പോൾ ഇവർ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഒരു പാട്ട് പാടും. ആലപ്പുഴ പശ്ചാത്തലമായിട്ടുള്ളൊരു സോങ്. അത് പാടി തോർത്തൊക്കെ വിരിച്ച് ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അയ്യോ, അത് ആലപ്പുഴനെ അത് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞ രോമാഞ്ചാണ് സാധനം. അത് ആലപ്പുഴക്കാർക്ക് ഗൂസ് ബംസ് ആയിരിക്കും. ആലപ്പുഴക്കാർക്ക് ആലപ്പുഴ ജില്ലയിൽ ഒരു ഹൗസ് ഷോ തിയേറ്ററിൽ ഇത് കണ്ട വൺ എക്സ്പീരിയൻസ് ആയിരിക്കും ആ സീൻ. അത് 2 പ്രാവശ്യമാണ്, 3 പ്രാവശ്യത്തോളം ആ സാധനം സിനിമയിൽ അവർ പാടില്ല. ഓരോരുത്തർ ബോക്സിങ്ങിന് ഇറങ്ങുമ്പോൾ, അതായത് ആലപ്പുഴ ടീമിൽ നിന്ന് ബോക്സിങ്ങിന് ഇറങ്ങുമ്പോൾ, ഇത് മെയിനായിട്ട് ഈ സിനിമ പറയുന്നത് ആലപ്പുഴയും കൊല്ലം, അങ്ങനെ എറണാകുളം, അങ്ങനത്തെ ജില്ലാ ബേസിലുള്ളൊരു കോമ്പറ്റീഷനാണിത്. ഇവർ ആലപ്പുഴ ബോയ്സ് ഇവർ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ആലപ്പുഴ ഒരു സോങ് ഉണ്ട്, പാട്ട്. അത് അടിപൊളിയായിരുന്നു ആ സാധനം. അത് തിയേറ്ററിൽ ഭയങ്കര രസമാണ്, നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന ആ സാധനം. അതുപോലെ തന്നെ ലുക്മാൻ കിഡു റോളായിരുന്നു. ലുക്മാനാണ് ഈ സിനിമയിൽ ഇവരുടെ കോച്ച്. പുള്ളിയുടെ ക്യാരക്ടറും അടിപൊളിയുണ്ട്. പിന്നെ ഒരു നായികയായിട്ട് അഭിനയിച്ച പെൺകുട്ടി, നമ്മുടെ അന്വേഷണം കണ്ടതിലും നമ്മുടെ കാതലിലൊക്കെ അഭിനയിച്ച ആ പെണ്ണും അടിപൊളിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം നസീർക നന്നായിട്ടുണ്ട്. അതുപോലെ പിന്നെ ആരാ, നമ്മുടെ മറിമായത്തിലൊക്കെ അഭിനയിച്ചൊരു ചേട്ടല്ലേ, ആ ചേട്ടൻ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, ചേട്ടൻ നന്നായിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ഈ പിള്ളേർ പരിപാടിയുണ്ട്. പക്ഷെ എല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്തായാലും പടം കയറും, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഈ വിഷു കാലത്ത്, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ തിയേറ്ററിൽ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൈബ് പടമായിട്ടാണ് ആലപ്പുഴ ജിങ്കാന എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം കൊണ്ടും പടം കിടിലനാണ്. എനിക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ സിനിമയിൽ. സ്റ്റാർട്ട് ടു എൻഡ് വരെ പടം എനിക്ക് നല്ല എൻഗേജിങ് ആയിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ശരിക്കും ഫസ്റ്റ് ഹാഫിൽ വന്ന ഗ്രാഫ് ഭയങ്കരമായിട്ട് ഉയർന്നത് സെക്കൻഡ് ഹാഫിൽ വന്നത് എനിക്ക് തോന്നിയത്. എന്തായാലും പടം എന്തായാലും കൊള്ളാം, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പറ്റുന്നവരെന്തായാലും ജിങ്കാന തിയേറ്ററിൽ പോയിട്ട് കാണാം. നിങ്ങൾ എന്തായാലും സിനിമ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയും.